വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുപറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിനും വിടുതലും ചൈതന്യത്തിനും കാരണമാകത്തക്ക നിലയിൽ സ്വർഗം ആഴമായി സ്പർശിക്കുന്ന, സ്വർഗം ധൈര്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ധാരാളമായി അനുഭവിക്കുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 13-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയുമരുതേ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം. ദാവീദ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ദൈവവാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം തൻ്റെ ഹൃദയം ആനന്ദിക്കുന്ന നിലയിൽ പാട്ടുപാടത്തക്ക നിലയിലുള്ള സ്ഥിതിയിൽ ദൈവം വരുത്തിയ മാറ്റങ്ങളെ 13-ാം സങ്കീർത്തനം വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത് അതിനകത്തുനിന്ന് ദാവീദ് പറയുന്ന വാക്കുകളാണ്, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. തോൽക്കുവാൻ മനസ്സില്ല, പരാജയപ്പെടുവാൻ ദാവീദിന് മനസ്സില്ല. ദൈവാശ്രയം ആയിരിക്കുന്ന ആ അവസ്ഥയിലും ദൈവത്തെ ശരണപ്പെടുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ ശത്രു അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുവാൻ അനുവദിക്കാതെ അതിനകത്തുനിന്ന് ജയഘോഷം കൊണ്ടാടുന്ന നിലവാരത്തിൽ, ദാവീദിന് സന്തോഷം വരുത്തുന്ന നിലവാരത്തിൽ സ്ഥിതിയെ തിരിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദാവീദ് പൂർണ്ണമായി കർത്താവിനെ വിശ്വസിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ദൂത്, വാഗ്ദത്തമുള്ള ദൈവം ഇതിൽ പരാജയപ്പെട്ടു പോകത്തില്ല. വാഗ്ദത്തമുള്ള ദൈവം ഇതിൽ ഒരിക്കലും തോറ്റുപോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തെ ആശ്രയിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ വിശ്വസിക്കുവാൻ ഒരു ദൈവം ഇതിൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ മനസ്സ് വയ്ക്കുന്ന ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തെ മുഴുവൻ മേഖലയും ദൈവം വിടുതലും ജയവും ഉയർച്ചയും കർത്താവ് അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മേഖലകളാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂതടപെടുന്നു. ദൈവത്തിൻ്റെ വൈതിലെ പരാജയപ്പെട്ടു പോയിട്ടില്ല, തലമുറ പരാജയപ്പെട്ടു പോയിട്ടില്ല, തോൽവി സംഭവിച്ചിട്ടില്ല. കാരണം ദൈവം അത് സമ്മതിക്കത്തില്ല. ദാവീദ് ആ 13-ാം സങ്കീർത്തനത്തിൽ മനസ്സ് ഭാരപ്പെടുകയും വിചാരപ്പെടുകയും ഒരുപാട് കഷ്ടതയും വേദനയും വേദനാജനകമായ തലത്തിൽ കൂടിയാണ് പോകുന്നത്. എന്നാലും ഭക്തൻ പറയുന്നു, തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയരുത്. തോറ്റുപോകുവാൻ ദാവീദിന് മനസ്സില്ല. ദൈവത്തിൻ്റെ വൈതിലെ ഇന്നായിരിക്കുന്ന സ്ഥിതിയോ ഹൃദയത്തിൻ്റെ തലവോ തോറ്റു പരാജയപ്പെട്ടു എന്ന് വിധി കൽപ്പിക്കാൻ വരട്ടെ, നിർണയിക്കാൻ വരട്ടെ. ഇപ്രകാരം പരാജയപ്പെട്ടു പോയതുപോലെ പരാജയപ്പെട്ടൊരു മനുഷ്യനെ പോലെ ജീവിക്കുവാനല്ല ദൈവം വിളിച്ചത്. ഇന്ന് ഏൽപ്പിക്കട്ടെ, ഈ ദൂതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മ ശക്തിയോടെ ചരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ദൂത് ഏറ്റെടുക്കട്ടെ. ഞാൻ പരാജയപ്പെട്ട വ്യക്തിയല്ല, ഞാൻ തോറ്റുപോയ മനുഷ്യനല്ല. എൻ്റെ ദൈവം അത് സമ്മതിക്കത്തില്ല. ആ നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങി വിടുതൽ കൽപ്പിക്കുന്നത്. ദാവീദ് പറയുന്നു, എൻ്റെ ശത്രു പറയരുത്. ചില കാര്യങ്ങൾ എന്തു പറയണമെന്ന് ദൈവത്തെ അറിയിക്കുക, എന്തു പറയരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വൈതിലെ ഇന്ന് എന്താ പറയുന്നത്? ചുറ്റും നിൽക്കുന്നവരെന്താ പറഞ്ഞു നടക്കുന്നത്? ചാർച്ചക്കാരെന്താ പറയുന്നത്? കുടുംബത്തിലുള്ളവർ തന്നെ എന്താ പറയുന്നത്? പറയരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭക്തനെ കണ്ടോ? വചനം വെളിപ്പെടുത്തുക. ശത്രു എന്നെ തോൽപ്പി
നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയരുത്. എന്തു പറയണം? ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് തിരുത്തുവാൻ കഴിയുമെന്ന് ദാവീദിന് വിശ്വാസമല്ലേ? ഇന്ന് ജനം പറയുന്നത് തിരുത്തും കേട്ടോ. ഇന്ന് മറ്റുള്ളവർ സംസാരിക്കുന്നത് തിരുത്തും. എന്തു പറയരുത്, എന്തു പറയണം, അത് ദൈവം പറയിക്കും. ദൈവം അങ്ങനെ ഹൃദയങ്ങളെ തിരിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. വാഗ്ദത്വമുള്ള ദൈവം ഇതിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ പരാജയപ്പെടത്തില്ല. വാഗ്ദത്വമുള്ള ദൈവം ഇതിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പരാജയപ്പെട്ടു പോകത്തില്ല. അവിടെ ഒരു വിജയമുണ്ട്, അവിടെ ഒരു ജയമുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന തലങ്ങളിൽ ശത്രുവുള്ളതുപോലെ, ഇപ്പോൾ ആയിരിക്കുന്ന തലങ്ങളിൽ ദൈവത്തിൻ്റെ വൈതലെ വിരോധികളുള്ളതുപോലെ ദൈവവും വാഗ്ദത്വവും ദൈവത്തിൻ്റെ പദ്ധതികളും ജീവിതത്തിൻ്റെ കൂടാരത്തിലുണ്ട്. അതല്ലേ ദാവീദിൻ്റെ ആഴമേറിയ തീരുമാനവും പ്രത്യാശയും വിശ്വാസത്തിൻ്റെ മേഖലകൾ തുറക്കപ്പെടുന്നത്. ദൈവം ദാവീദിനെ കുറിച്ചുള്ള വൻ പദ്ധതികളും ദൈവിക വാഗ്ദത്വങ്ങളും നിവൃത്തിയാക്കിയത് പ്രാർത്ഥനയും പ്രത്യാശയുടെ തലങ്ങളാ. പരാജയപ്പെട്ടു എന്ന് ശത്രു പറയാൻ നോക്കിയിരിക്കുക. ദൈവത്തിൻ്റെ വൈതലെ ചിലരൊക്കെ നോക്കി ഇങ്ങനെയൊക്കെയൊന്ന് പറയാൻ തോറ്റുപോയെന്ന്, പോയത് വെറുതെയായെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുക. പക്ഷെ സമ്മതിക്കത്തില്ല കേട്ടോ. പരിശുദ്ധാത്മ പറയുന്നു ദൈവം അത് സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ തയ്യാറായ തലമുറ വെറുതെ മടങ്ങി വന്നു, പഠിച്ചതാ വെറുതെ വീട്ടിലിരിക്കുക, ഇങ്ങനെയൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ കർത്താവ് അത് അനുവദിക്കത്തില്ല. ദൈവം അത് അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം അനുവദിക്കത്തില്ല. പരാജയപ്പെട്ടിട്ടില്ല, തോറ്റുപോയിട്ടില്ല. കാരണം ദൈവമുണ്ട്. വാഗ്ദത്വമുള്ള ദൈവം ഇതിനെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഈ പ്രത്യാശയോടെ, ഈ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കട്ടെ വൻ പദ്ധതികൾ, വൻ കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ ഇതാ ചെയ്തു തരാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്നെ കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവേ. അവരുടെ അവസ്ഥയിൽ ഒരു വിടുതൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തൊടണം, ദൈവശക്തി പകരപ്പെടണം, ദൈവ സാന്നിധ്യം അവരുടെ കൂടാരത്തിൽ ഇറങ്ങണം. ശത്രുവിൻ്റെ തലയെ തകർത്ത ദൈവം ഇന്ന് എഴുന്നേറ്റ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിടുതലുകൾ കർത്താവ് കൽപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. ആശ്വാസ സമാധാനം കൊണ്ട് കർത്താവ് ജനത്തെ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.